സെമിഫൈനലിൽ പ്രവേശിക്കുമ്പോൾ പരാജയപ്പെടുന്ന ടീം ടൂർണമെന്റിൽ നിന്ന് പുറത്താകുന്നു. അതുകൊണ്ട് തന്നെ ഇരു ടീമുകൾക്കും ഏറെ നിർണായകമാണ് ഈ മത്സരം. That went straight to the fielder at mid-on. A single taken. 2 for no loss. FOP Vattakara. They are batting first. Oh, good delivery. That went straight to the hands of the wicketkeeper. A crucial match. Oh, the winner of this match will enter in the semi-finals. Once again, that went to the hands of the wicketkeeper. 2 dot balls in a row. തുടരെ 2 പന്തുകൾ റണ്ണൊന്നും വഴങ്ങാതെ അതുൽ. So far, so good for Mr. Atul. This time, a wide is the signal. Already we have seen 2 extras in this over. Total score moves on to 3. Salim is on strike. Oh, and the beautiful delivery. The ball pitched outside the on stump and no chance for the batsman. This is the first over of the first match of day 2 is in progress. 3 for no loss. Oh, there is a fielder. Well fielded. A single taken. ഒരു റണ്ണ് കൂടി സ്കോർ ബോർഡിൽ എത്തുന്നു. With a single score moves on to 4. ഇത് ഇന്നത്തെ ആദ്യ മത്സരമാണ്. ക്രിക്കറ്റ് മേമുണ്ടയും FOP വടകരയും തമ്മിൽ മത്സരിക്കുന്നു. ആദ്യം ബാറ്റ് ചെയ്യുന്നത് FOP വടകര. Good hit, that went straight to the hands of the bowler. പക്ഷേ ഒരു റണ്ണ് തടയാൻ സാധിക്കാതെ പോകുന്നു. ഒരു റണ്ണ് കൂടി സ്കോർ ബോർഡിൽ എത്തുകയാണ്. ആദ്യ ഓവർ അവസാനിച്ചു. ഒരു നല്ല ഓവർ തന്നെ. വെറും 5 റൺസ് മാത്രം ഇട്ടുകൊടുത്ത അതിൽ തന്റെ ഓവർ ഭംഗിയായിട്ട് പൂർത്തിയാകുന്നു. The title sponsor of this tournament, that is Home Care 360 Trade Center Vattakara. ആദ്യ ഓവർ അവസാനിച്ചപ്പോൾ FOP വടകരയുടെ സ്കോർ ബോർഡിൽ വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടാതെ 5 റൺസ്. Mr. Faisal will bowl the second over for Cricket Memunda. Cricket Memundക്ക് വേണ്ടി രണ്ടാമത്തെ ഓവർ എറിയാൻ എത്തുന്നു ഫൈസൽ. Oh, look at that. They are appealing. Yes, but decision is pending. Players, please move back. They will decide. അമ്പയർമാർ തീരുമാനമെടുക്കും. അവരുടെ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അമ്പയർമാരുടെ തീരുമാനം ഇനിയും വന്നിട്ടില്ല. Decision is pending. Yes, given the first wicket gone. ആദ്യ വിക്കറ്റ് നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷേ ബാറ്റ്സ്മാൻ അവിടെ is not happy. Whether he is happy or not, umpire already raises his finger up, so he has to go back to the pavilion. ബാറ്റ്സ്മാൻ സന്തോഷങ്ങളുടെ ബിസിനസ് സംരംഭമായ അമ്പയർ അദ്ദേഹത്തിന്റെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ബാറ്റ്സ്മാൻ പുറത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ധനൂവ് ഹൈപ്പർ മാർക്കറ്റ് മാർച്ച് 8-ാം തീയതി പ്രവർത്തനം ആരംഭിക്കുന്നു. ധനൂവ് ഹൈപ്പർ മാർക്കറ്റ്, പുതിയങ്ങാടി, കോഴിക്കോട്. സ്ട്രൈക്കേഴ്സ് അമരാവതി സംഘടിപ്പിക്കുന്ന അമരാവതി പ്രീമിയർ ലീഗ്. Dr. Nihal, he is the new man. നേരിട്ട് ആദ്യ പന്തിൽ തന്നെ ഡോക്ടർ നിഹാൽ തന്റെ അക്കൗണ്ട് തുറക്കുന്നു.
ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 6 റൺസ് എന്ന നിലയിലാണ് FOP വടകര. 2 റൺസ് മാത്രം എടുത്ത അലിയുടെ വിക്കറ്റ് നഷ്ടപ്പെട്ടു. That went straight to the legs. ക്രിക്കറ്റ് മേമുണ്ടയുടെ ബോളർമാർ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. ആദ്യ ഓവർ എറിഞ്ഞ അതുൽ 5 റൺസ് മാത്രം വഴങ്ങിയെങ്കിൽ രണ്ടാമത് ബോൾ ചെയ്യാനെത്തിയ ഫൈസൽ ഇതിനകം വിട്ടുകൊടുത്തത് വെറും 1 റൺ മാത്രം. മാത്രമല്ല ഒരു വിലപ്പെട്ട വിക്കറ്റും വീഴ്ത്താൻ ഫൈസലിനെ കൊണ്ട് സാധിച്ചു. Short pitch delivery and played it towards the score-like region and batsman gets a single. No 6, no boundary yet. ഇനിയും ഈ മത്സരത്തിലെ ആദ്യ ബൗണ്ടറിയോ ആദ്യ സിക്സറോ പിറന്നിട്ടില്ല. So far so good for Faisal, given away only 2 runs in his over. Oh, look at that. Well played. Played towards the mid-wicket region, deep mid-wicket region. The second over in progress. Go at the moment. 8 for the loss of 1 wicket. The only wicket down that was Mr. Ali. Ali out for 2. Oh, that's a big hit. That is the first 6 of the day. ഈ ഇന്നത്തെ ആദ്യ സിക്സർ പിറന്നിരിക്കുന്നു. സലീമാണ് അത്തരത്തിൽ ഒരു മികച്ച ഷോട്ടിലൂടെ ഇന്നത്തെ ആദ്യ സിക്സർ നേടുന്നത്. സ്കോർ മൂവ്സ് ഓൺ ടു 14 and that's the end of over number 2 also. 9 runs conceded. ആദ്യ ഓവറിൽ 5 റൺസ് ആണെങ്കിൽ രണ്ടാമത്തെ ഓവറിൽ 9 റൺസ്. ഒരു വണ്ടി അടിയന്തരമായി മാറ്റി പാർക്ക് ചെയ്യണം. KL 59M 123. ഈ വണ്ടി എത്രയും പെട്ടെന്ന് മാറ്റി പാർക്ക് ചെയ്യണം. ഒരു കാറാണ് KL 59M 123. ഈ കാറ് ഉടനടി മാറ്റി പാർക്ക് ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. The new bowler Mr. Rajesh. Ball goes down the leg side and umpire signaled it as wide. Already 3 extras we have seen. ഇത് മൂന്നാമത്തെ ഓവറാണ് ആരംഭിച്ചിരിക്കുന്നത്. ഒരു ഫുൾ ടോസ് ആണ്. അത് ഓഫ് സൈഡിലൂടെ വളരെ മികച്ച രീതിയിൽ തന്നെ ഒരു ഷോട്ട്, ഒരു ബൗണ്ടറി നേടുന്നു അവിടെ ഡോക്ടർ നിഹാൽ. ഓൺ 19. ഇന്നത്തെ ഉദ്ഘാടന മത്സരത്തിൽ കളിക്കുന്നത് ക്രിക്കറ്റ് മേമുണ്ടയും FOP വടകരയും തമ്മിലാണ്. ആദ്യം ബാറ്റ് ചെയ്യുന്ന FOP വടകര ഇവിടെ മൂന്നാമത്തെ ഓവർ തുടരുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 19 റൺസ് എന്ന നിലയിൽ. ഇതോടെ ഒരു ഫുൾ ടോസ് ലഭിക്കുന്നു. പക്ഷെ നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. വളരെ തീർച്ചയായും ഡോക്ടർ നിഹാലിന് നിരാശയുണ്ടാകും. ഒരു ഫുൾ ടോസ്, വളരെ മോശം പന്ത്, പക്ഷെ അതിന് അതിർത്തി കടത്താൻ നല്ല രീതിയിൽ കണക്ട് തലയിൽ കൈവച്ചു പോകും. തീർച്ചയായും ഡോക്ടർ നിഹാലിനെ പോലുള്ള താരത്തിന് അത് ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല. അത്രക്ക് മോശം പന്തായിരുന്നു. അത് നേരെ അദ്ദേഹം അടിച്ചു കൊടുത്തത് ഫീൽഡറുടെ കൈയിലേക്ക്. ഇരു ടീമുകളെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ഈ മത്സരം. ഈ മത്സരം ജയിച്ചാൽ മാത്രമേ അവർ സെമിഫൈനലിൽ എത്തുള്ളൂ. തോൽക്കുന്നവർ പുറത്തേക്കാണ്. ഡോക്ടർ നിഹാലിന്റെ വിക്കറ്റ് ഏറെ പ്രധാനമുള്ളതാണ്. യെസ്, FOP Vadagara lost the important wicket. The second wicket down. Dr. Nihal out for 6. The next match UKC Kolatu versus Sunny Supernova. ഇരു ടീമുകളും അവരുടെ കളിക്കാരുടെ പേര് വിവരം ഉടനടി മൈക്ക് പോയിന്റിൽ എത്തിക്കേണ്ടതാണ്. ന്യൂ ബാറ്റ്സ്മാൻ മനാസ്. New batsman in the crease is Mr. Manas. ക്രിക്കറ്റ് മേമുണ്ടയും FOP വടകരയും തമ്മിലുള്ള ഇന്നത്തെ ആദ്യ മത്സരമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
another wide. ഇതിനകം 4 എക്സ്ട്രാ റണ്ണുകളാണ് ക്രിക്കറ്റ് മേമുണ്ട വഴങ്ങിയത്. The third over is in progress. Score at the moment 20 for the loss of 2 wickets. സ്കോർ റീജിയനിലേക്ക് കളിച്ച് 1 റണ്ണ് അവിടെ മനാസ് നേടുന്നു. അദ്ദേഹത്തിന്റെ അക്കൗണ്ട് തുറക്കുന്നു. സ്കോർ 21. Straight to the fielder. Batsman gets a single. Score on 22. After the completion of 3 overs, FOB Vattakara 22 for the loss of 2 wickets. 22 annala. Bowler. അവിടെ 4ാമത്തെ ഓവർ ആരംഭിച്ചിരിക്കുന്നു മിസ്റ്റർ അബ്ദുൽ. 3 ഓവറുകൾ കഴിഞ്ഞപ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 22 റൺസ് എന്ന നിലയിലാണ് FOB വട്ടക്കര. ആദ്യ റൺ അനായാസം ഓടിയെടുത്തെങ്കിലും 2ാമത്തെ റണ്ണിന് ഓടാൻ സലീമിന് താല്പര്യമില്ല. ഈസ് നോട്ട് റെഡി ടു ടേക്ക് റിസ്ക് എടുക്കാൻ സലീം തയ്യാറല്ല. Score moves on to 23. Oh, that's a big one. No chance for the field at all. They are only spectators. വെറും കാഴ്ചക്കാർ മാത്രം ഫീൽഡർമാർ. 2 വിക്കറ്റുകൾ വീണ ക്ഷീണത്തിലാണ് അവിടെ ക്രിക്കറ്റ് FOB വട്ടക്കരയെങ്കിലും സലീമിലൂടെ നേടിയ 6 അവരുടെ പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നു. അവർക്ക് ആശ്വാസമാകുന്നു. സ്കോർ 29. വീണ്ടും ഉയർത്തിരിക്കാനുള്ള ശ്രമം, പക്ഷേ പന്ത് നേരെ പോയത് ഡീപ് മിഡ് വിക്കറ്റിലെ ഫീൽഡറുടെ കയ്യിലേക്ക്. 1 റണ്ണ് കൂടി സ്കോർ ബോർഡിൽ എത്തുമ്പോൾ സ്കോർ ആകെ 30. ഇത് 4ാമത്തെ ഓവർ. 2 വിക്കറ്റ് നഷ്ടത്തിൽ 30 റൺസ് എന്ന നിലയിൽ FOB വട്ടക്കര. സ്ട്രൈക്ക് ചെയ്യുന്നത് മനാസ്. Oh, look at the way he played that shot. Beautiful. He played it towards the cover region and gets a beautiful sixer. 36 on the board. 2 വിക്കറ്റുകൾ നഷ്ടപ്പെട്ടെങ്കിലും സ്കോറിംഗിന് വേഗത കൂടുന്നു. Oh, well bowled straight to the block hole. ഒരു മികച്ച പന്ത്. That was a perfect yorker. Score at the moment 37. That's the end of over number 4 bowled by Abdul. After the completion of 4 overs, FOB Vattakara, they have 37 runs on the board. They lost 2 wickets. FOB Vattakara സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കഴിഞ്ഞ ഓവർ അവർ മികച്ചതാക്കി മാറ്റി. ഈ ഓവറിൽ 15 റൺസാണ് അവർ നേടിയത്. ഏറ്റവും നല്ല FOB വടകരയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും നല്ല ഓവറാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഓവറിൽ 15 റൺസാണ് അവർ നേടിയത്. അഞ്ചാമത്തെ ഓവർ ഇതിനകം ആസിഫ് ആരംഭിച്ചു കഴിഞ്ഞു. 5ാമത്തെ ഓവറിൽ ആദ്യ പന്തിൽ 1 റണ്ണെടുത്ത് മന്നാസ് സ്ട്രൈക്ക് സലീമിന് കൈമാറുന്നു. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇരു ടീമുകളെയും അപ്പോൾ കളി കാണുന്ന ക്രിക്കറ്റ് പ്രേമികളെയും, ഈ മത്സരം ഇരു ടീമുകൾക്കും നിർണായകമാണ്. ജയിക്കുന്നവർ സെമിഫൈനലിലേക്ക്, തോൽക്കുന്നവർ ടൂർണമെന്റ് പുറത്തേക്ക്. ബ്യൂട്ടിഫുൾ സ്ലോ ഡെലിവറി. മത്സരം 7 ഓവറാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. 5ാമത്തെ ഓവർ. സ്കോർ ബോർഡിൽ 38 റൺസ്. ഇപ്പോൾ ക്രീസിലുള്ളത് സ്ട്രൈക്ക് ചെയ്യുന്നത് സലീമാണെങ്കിൽ നോൺ സ്ട്രൈക്കിംഗ് എൻഡിൽ കാണുന്നത് മനാസിനെ. ഉയർത്തിരിക്കാനുള്ള ശ്രമം, പക്ഷേ കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. പന്ത് വിക്കറ്റ് കീപ്പറുടെ കയ്യിലേക്ക്.
ഈ ഓവറിന് ശേഷം പിന്നീട് 2 ഓവറുകൾ മാത്രം ബാക്കി. ജയിച്ചാൽ സെമി. another dot ball. പക്ഷേ ഒരു ബൈ രൂപേണ ലഭിച്ച റൺ ആശ്വാസമാകുന്നു അവിടെ FOP വടകരക്ക്. ഇറ്റ്സ് എ ബൈ. So far so good for Asif. Only 2 runs conceded so far. വെറും 2 runs മാത്രമാണ് ആസിഫ് ഇതിനകം വിട്ടുകൊടുത്തത്. Oh, look at that. That's in the air. The ball is in the air. There is a fielder on it. Yes, it is. Well taken. ഉയർത്തിയടിച്ചെങ്കിലും പന്തിന് അതിർത്തി കടത്താൻ, സിക്സറിലേക്ക് പറത്താൻ അവിടെ മനാസിന് സാധിക്കാതെ പോകുന്നു. ആ പന്ത് നേരെ ഫീൽഡറുടെ കയ്യിലേക്ക്, ലോങ് ഓഫിലുള്ള ഫീൽഡറുടെ കയ്യിലേക്ക്. യാതൊരു പിഴവും ഫീൽഡർ ക്രിക്കറ്റ് ടൂർണമെന്റിന് ആശംസകളോടെ ഡേമാർട്ട് സൂപ്പർ മാർക്കറ്റ് ആൻഡ് ഹൈപ്പർ മാർക്കറ്റ് വില്യാപ്പള്ളി. മിൽക്കി ബേക്കറി വില്യാപ്പള്ളി. സെൽടെക് വില്യാപ്പള്ളി. മൊബൈലുകളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി വില്യാപ്പള്ളിയിലെ മികച്ച സ്ഥാപനം. ഒട്ടനവധി ഓഫറുകൾ നിങ്ങൾക്കായി സെൽടെക് ഒരുക്കിയിരിക്കുന്നു. എല്ലാ ബ്രാൻഡുകളുടെയും മൊബൈൽ ഫോണുകളുടെ റിപ്പയറിംഗിനും സമീപിക്കുക. സെൽടെക് വില്യാപ്പള്ളി. It's landed just in front of the fielder. There is a collapse. Oh, 2 ഫീൽഡർമാർ പോയി. ഇത് ഭാഗ്യം കൊണ്ട് വലിയ അപകടമൊന്നും സംഭവിച്ചില്ല. താങ്ക് ഗോഡ്. 2 ഫീൽഡർമാർ പന്തിന് പുറകെ പോയെങ്കിലും അത് പന്ത് പിടിച്ച് ബാറ്റ്സ്മാനെ പുറത്താക്കാൻ സാധിക്കാതെ പോകുന്നു. That's the end of over number 5 bowled by Asif. After the 5 overs, FOP Vadagara 40 for the loss of 3. അമരാവതി പ്രീമിയർ ലീഗ്. 5 ഓവറുകൾ പൂർത്തിയായി. 3 വിക്കറ്റ് നഷ്ടത്തിൽ 40 റൺസ്. ഇപ്പോൾ കഴിഞ്ഞ ആസിഫിന്റെ ഓവർ ഏറ്റവും മികച്ച ഓവർ, ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഓവറാക്കി മാറ്റി ആസിഫ്. തന്റെ ഓവർ ഒരു 3 റൺസ് മാത്രം വിട്ടുകൊടുത്തൊരു വിക്കറ്റ് നേടി ആസിഫ്. ഹേമന്ത് ഹേമന്താണ് അവിടെ 6ാമത്തെ ഓവർ ആരംഭിച്ചത്. സ്കോർ 41. The ball is up in the straight to the hand of the wicket keeper. Another wicket down. FOP Vadagara lost wicket number 4. സ്ട്രൈക്കേഴ്സ് അമരാവതി സംഘടിപ്പിക്കുന്നു അമരാവതി പ്രീമിയർ ലീഗ്. അവർ ടൈറ്റിൽ സ്പോൺസർ ഹോം കെയർ 360 ട്രേഡ് സെന്റർ വടകര. വരുന്നു വടകരയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഹോം കെയർ ട്രേഡ് സെന്റർ. നിങ്ങളുടെ സ്വപ്നഭവനം പ്ലാസ്റ്ററിംഗിന് ശേഷം സ്വപ്നം പോലെ യാഥാർത്ഥ്യമാക്കൂ. പുതു സംരംഭകർക്ക് മികച്ച അവസരം. നിങ്ങളുടെ ബിസിനസ് ഒട്ടും ടെൻഷനില്ലാതെ ലാഭകരമാക്കാം. ഹോം കെയർ 360 ട്രേഡ് സെന്റർ വടകര. Chance of run out. Yes, it is. They are losing wickets 1 by 1. This is not good for FOP Vadagara. സ്ട്രൈക്കേഴ്സ് അമരാവതി സംഘടിപ്പിക്കുന്ന അമരാവതി പ്രീമിയർ ലീഗ് വിന്നേഴ്സ് ട്രോഫി സ്പോൺസർ ചെയ്യുന്നു അപ്പോയിന്റ്മെന്റ് ദുബായ്. റണ്ണേഴ്സ് അപ്പ് ട്രോഫി സ്പോൺസർ
Yes, Taslim, the new batsman in. ചെയ്യുന്നു അൽഹവാജ് ബിൽഡേഴ്സ് വില്യാപ്പള്ളി. 20 വർഷത്തെ മികവുറ്റ പ്രവർത്തന പാരമ്പര്യവുമായി അൽഹവാജ് ബിൽഡേഴ്സ് ഇപ്പോൾ കോഴിക്കോടും. വിദഗ്ധരായ എഞ്ചിനീയർമാരുടെ മേൽനോട്ടം. ഇത് 6ാമത്തെ ഓവറാണ്. മത്സരം ആകെ 7 ഓവർ. 6ാമത്തെ ഓവർ തുടരുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 41 റൺസ് എന്ന നിലയിൽ FOP വടകര. Yes it is. സ്കോറിംഗിന് വേഗത വർദ്ധിപ്പിക്കണം. വിക്കറ്റുകൾ തികച്ചും ആധുനികമായ നിർമ്മാണ രീതി, പ്രാവീണ്യരായ തൊഴിലാളികൾ. അൽഹവാജ് ബിൽഡേഴ്സ് വില്യാപ്പള്ളി, ദ പെർഫെക്റ്റ് സൊല്യൂഷൻ ഫോർ പെർഫെക്റ്റ് ബിൽഡിംഗ്. സ്കോർ 47. Yes, over number 6 is in progress. At the moment 47 for the loss of 5. Oh, that's another one, another biggie, another 6 for Mr. Ansar. അമരാവതി പ്രീമിയർ ലീഗ് മാൻ ഓഫ് ദ മാച്ച് ട്രോഫികൾ സ്പോൺസർ ചെയ്യുന്നു സെൽടെക് വില്യാപ്പള്ളി. മൊബൈലുകളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി വില്യാപ്പള്ളിയിലെ മികച്ച സ്ഥാപനം. ഒട്ടനവധി ഓഫറുകൾ നിങ്ങൾക്കായി സെൽടെക് ഒരുക്കിയിരിക്കുന്നു. എല്ലാ ബ്രാൻഡുകളുടെയും മൊബൈൽ ഫോണുകളുടെ റിപ്പയറിംഗിനും സമീപിക്കുക. സെൽടെക് വില്യാപ്പള്ളി. ആറ് ഓവറുകൾ പൂർത്തിയായപ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 53 റൺസ് എന്ന നിലയിൽ FOP വടകര. ഇത് അവസാന ഓവർ. അവസാന ഓവറിൽ ആദ്യത്തെ പന്ത് തന്നെ ഒരു കുറ്റൻ ഷോട്ടാണ്. അതെന്താണ് അമ്പയർമാർ പറയേണ്ടിയിരിക്കുന്നു? എന്താണ്? ഡിസിഷൻ ഈസ് പെൻഡിംഗ്. Decision is pending. Mr. Subodh and others, they are the 2 umpires. തീർച്ചയായും അവരുടെ തീരുമാനം അറിയിക്കും. പ്ലേയേഴ്സ് പ്ലീസ് മൂവ് ബാക്ക്. പ്ലേയേഴ്സ് പ്ലീസ് മൂവ് ബാക്ക്. മാച്ച് റഫറി ഉണ്ട്. അമ്പയർമാർക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മാച്ച് റഫറിയോട് ചോദിക്കാം. ഹനീഫ തട്ടാന്റെ എവിടെയാണ് മാച്ച് റഫറി? മാച്ച് റഫറി ഗ്രൗണ്ടിലേക്ക് കടന്നു വരുന്നു. സംശയമുണ്ടെങ്കിൽ തീർച്ചയായും അതിന്റെ അന്തിമ തീരുമാനമെടുക്കുക അത് മാച്ച് റഫറിയാണ്. മിസ്റ്റർ ഹനീഫ തട്ടാന്റെ എവിടെയാണ് മാച്ച് റഫറി? അത് 1 റണ്ണ് മാത്രം. അവസാന ഓവർ ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യ പന്തിൽ 1 റണ്ണ്. ഒരു ലെഗ് ബൈ വഴി ലഭിച്ച 1 റണ്ണ് കൂടി. ഇത് അവസാന ഓവറാണ്. ആദ്യ 2 പന്തുകളിൽ ലഭിച്ചത് 2 റൺസ് മാത്രം. ജയിക്കുന്നവർ സെമിഫൈനലിലേക്ക്, തോൽക്കുന്നവർ ടൂർണമെന്റ് പുറത്തേക്കും. Yes, each and every run is crucial. Oh, look at that beautiful delivery. This is the last and final over. Mr. Asif is the bowler. He bowled 3 balls and conceded only 2 runs. So far, so good, Mr. Asif. He is doing a wonderful job for his team, Cricket Mamunda. Oh, the ball is up in there. There is a fielder is under it and wicket gone. Well taken. ജെൻസൺ ബോയ്സ്, സിറ്റി കോംപ്ലക്സ്, വില്യാപ്പള്ളി. പുരുഷ വസ്ത്ര സംഘം കൽപ്പങ്ങൾക്ക് പുതിയ മാനം പകർന്നുകൊണ്ട് 4 വർഷത്തിലധികമായി വില്യാപ്പള്ളിയുടെ ഹൃദയഭാഗത്ത് പ്രവർത്തിക്കുന്ന ടോപ്മാൻ ജെൻസൺ ബോയ്സ് പുതിയ ഭാവത്തിലും രൂപത്തിലും നിങ്ങളുടെ മുൻപിൽ. ആരെയും
കൊതിപ്പിക്കുന്ന ബ്രാൻഡഡ് സെലക്ഷനുമായി ടോപ്പ് മാൻ ജംഗ്ഷൻ ബോയ്സ്, സിറ്റി കോംപ്ലക്സ്, വില്യാപ്പള്ളി. Yes, the new batsman and is Mr. Amal. Oh, that's a big hit. Wow, what is it? Superb hitting. It's a beautiful hit. അത് 4 പന്തുകളിൽ വേണ്ടത്ര റൺസ് സ്കോർ ചെയ്യാൻ സാധിച്ചെങ്കിൽ പിന്നീട് വന്ന പന്ത് അതിമനോഹരമായി നിയാസ് സിക്സറിന് പുറത്തേക്ക് അയച്ചു. ഇന്ന് കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ, പന്ത് ഏറ്റവും ദൂരെ പോയ ഒരു സിക്സർ. സ്കോർ 61. അത് നേരെ ഫീറ്ററുടെ കയ്യിലേക്ക്. ആദ്യ റൺ അനായാസപ്പെടുന്നു, രണ്ടാമത്തെ റണ്ണായി ഓടുകയാണ്, പക്ഷേ അത് ഔട്ടാണ്. ഒരു റണ്ണ് മാത്രം. With that, the innings of FOB Vatagara is completed. They scored 62 runs from their allotted 7 overs. നിർദ്ദിഷ്ട 7 ഓവറുകളിൽ നിന്നായി FOB Vatagara നേടിയത് 62 റൺസാണ്. പ്രിയമുള്ളവരെ, ഇത് ഹോം കെയർ 360 ട്രേഡ് സെന്റർ വടകര മുഖ്യ സ്പോൺസറായുള്ള അമരാവതി പ്രീമിയർ ലീഗ്. സ്ട്രൈക്കേഴ്സ് അമരാവതിയാണ് ഇത്തരത്തിലുള്ള ഒരു വൻപിച്ച ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ഇത്തരത്തിൽ വമ്പിച്ച ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിക്കുമ്പോൾ തീർച്ചയായും yes, all set to start the second innings of this match. The target for Cricket Memunda, that is 63. ആദ്യം ബാറ്റ് ചെയ്ത് FOB വടകര 62 റൺസ് നേടി. മറുപടി ബാറ്റിംഗിനായി ക്രിക്കറ്റ് മേമുണ്ട ഇറങ്ങിയിരിക്കുന്നു. അവരുടെ ഓപ്പണർ അക്ഷയ് ആൻഡ് ദിൽജിത്ത്, ബോളർ മിസ്റ്റർ അമൽ. ആദ്യ പന്തിൽ തന്നെ അവരുടെ അക്കൗണ്ട് തുറക്കപ്പെടുന്നു. അക്ഷയ് ഒരു റൺ എടുത്ത ക്രിക്കറ്റ് മേമുണ്ടയുടെ അക്കൗണ്ട് തുറന്നു. 7 ഓവറിൽ 63 റൺസ് നേടുക, അതാണ് ക്രിക്കറ്റ് മേമുണ്ടക്ക് മുന്നിലുള്ള ലക്ഷ്യം. ഈ മത്സരം ജയിക്കുന്നവർ സെമി ഫൈനലിലേക്ക്. ഇരു ടീമുകൾക്കും നിർണായകമാണ് ഈ മത്സരം. ജയിച്ചാൽ സെമി ഫൈനലിലേക്ക്, തോറ്റാൽ ടൂർണമെന്റ് പുറത്തേക്ക്. ടൈറ്റ് മാച്ച്, എ ക്രൂഷ്യൽ മാച്ച്.
Mr. Amal is the bowler. Now the striker, Mr. Diljit. Oh, the ball is in the air. Oh, can he? Yes, well taken. Look at that. What marvelous catch that was. Please wait. Yes, already given. In the tournament, മികച്ച കാച്ചുകളിൽ ഒന്ന്. സ്ട്രൈക്കേഴ്സ് അമരാവതി സംഘടിപ്പിക്കുന്ന അമരാവതി പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിന് ആശംസകളോടെ സമാനി ഡോട്ട്സ് കാർഗോ ഇന്റർനാഷണൽ കാർഗോ സർവീസ്. അലിയാണ് അത്തരത്തിലൊരു മികച്ച കാച്ചിലൂടെ ദിൽജിത്തിനെ മടക്കി അയച്ചത്. വെൽ ഡൺ മിസ്റ്റർ അലി. മികച്ച കാച്ചാണ്. ഈ ടൂർണമെന്റ് തന്നെ മികച്ച കാച്ചുകളിൽ ഒന്നാണ്. ഗുഡ് ജഡ്ജ്മെന്റ്. നല്ല രീതിയിൽ അദ്ദേഹം പന്തിന്റെ ദിശ മനസ്സിലാക്കി ബൗണ്ടറി ലൈന് തൊട്ടടുത്ത് വെച്ചാണ് അദ്ദേഹം ആ കാച്ച് പൂർത്തിയാക്കിയത്. Oh, well bowled. It's a good start for FOP Vatakara. Wicket keeper and bowler all are appealing, but umpire is not interested. Umpire കുലുക്കമില്ല. ഒരു മോശം തുടക്കമാണ് ക്രിക്കറ്റ് മേമുണ്ടക്ക്. ആദ്യ ഓവറിൽ തന്നെ അവരുടെ ഓപ്പണർ ബാറ്റ്സ്മാൻ ദിൽജിത്ത് പുറത്തേക്ക് പോയി റണ്ണൊന്നും എടുക്കാതെ പുറത്തേക്ക് പോകുന്നു. FOP വടകരയെ സംബന്ധിച്ചിടത്തോളം അവരുടെ തുടക്കം ഗംഭീരമാക്കി. അവർ ആഗ്രഹിച്ച തുടക്കം തന്നെ. Oh, well bowled. Straight to the block hole. Akshay gets a single. Now Mr. Atul on strike. 63 എന്നതാണ് ക്രിക്കറ്റ് മേമുണ്ടക്ക് മുന്നിലുള്ള വിജയ ലക്ഷ്യം. ആദ്യ ഓവർ എറിയാനെത്തിയത് അമലാണ്. ക്യാപ്റ്റന്റെ പ്രതീക്ഷക്കൊപ്പം ഉയരാൻ അമലിനെ കൊണ്ട് സാധിച്ചു. അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല തുടക്കമാണ് ലഭിച്ചതെന്ന് തോന്നുന്നു. വെറും 2 റൺസ് മാത്രം വിട്ടുകൊടുത്ത ഒരു വിക്കറ്റ് വീഴ്ത്തി അമൽ തന്റെ ബോളിംഗ് തുടരുന്നു. Oh, straight. Oh, it's a wide. The first extra of the second innings. Cricket Memunda, they are chasing 63 runs. That means they have to score 9 runs per over. ഒരു ഓവറിൽ 9 റൺസ് എന്ന തോതിൽ സ്കോർ ചെയ്യേണ്ടിയിരിക്കുന്നു. There is a fielder. Mr. Ali is there. Good pick up and good throw also. Ali മികച്ച ഫീൽഡറാണ്. ആദ്യ ഓവർ പൂർത്തിയാകുന്നു. വെറും 4 റൺസ് മാത്രം വിട്ടുകൊടുത്ത വിലപ്പെട്ട വിക്കറ്റും വീഴ്ത്തിക്കൊണ്ട് അമൽ വളരെ മികച്ച രീതിയിൽ തന്നെ തന്റെ ആദ്യ ഓവർ പൂർത്തീകരിക്കുന്നു. ഒരു അറിയിപ്പുണ്ട്, ഒരു ശ്രദ്ധിക്കണം. ഒരു വണ്ടി, അതൊരു പിക്കപ്പ് വാനാണ്. KL 10 AW 4374. ഈ വണ്ടി എത്രയും പെട്ടെന്ന് മാറ്റി പാർക്ക് ചെയ്യണം. ഈസ is the new bowler. ആദ്യ ഓവർ ഗംഭീരമാക്കി മാറ്റിയ അമൽ. വെറും 4 റൺസ് മാത്രം വിട്ടുകൊടുത്ത ഒരു വിക്കറ്റ് വീഴ്ത്തിക്കൊണ്ട് അമൽ. തുടർന്ന് രണ്ടാമത്തെ ഓവർ എറിയാനെത്തുന്നു ഈസ. നേരിടുന്നു അതുൽ. വിജയലക്ഷ്യം 63. ഇനി ശേഷിക്കുന്നത് 6 ഓവറുകൾ. ഈ 6 ഓവറുകളിൽ നിന്ന് ഇനിയും നേടേണ്ടിയിരിക്കുന്നു 59 റൺസ്. Oh, they are appealing again. Oh, it's a loud appeal. All the fielders, all other. Decision is pending. You have to wait. You have to wait. Decision is pending, and finally, umpire raises his finger up. Mr. Adarsh and Subodh, they are the 2 umpires in the middle. So this is not a good start for Cricket Memunda. Another wicket down. Atul is the batsman out. Both Atul and Diljit, they are out for no score.
The next match, UKC Kolattur versus Sunny Supernova. ഇരു ടീമുകളും അവരുടെ പ്ലേയേഴ്സിന്റെ പേര് വിവരം ഉടനടി മൈക്ക് പോയിന്റിൽ എത്തിക്കേണ്ടതാണ്. The new batsman Mr. Asif. തീർച്ചയായും ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ നീങ്ങുകയാണ് ക്രിക്കറ്റ് മേമുണ്ട. ജയിച്ചാൽ സെമി ഫൈനലാണ്. 63 റൺസ് എന്ന വിജയ ലക്ഷ്യം തേടിയിറങ്ങിയ ക്രിക്കറ്റ് മേമുണ്ടക്ക് മോശം തുടക്കം. രണ്ടാമത്തെ ഓവർ തുടരുന്നതിനിടയിൽ 2 വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു. മാത്രമല്ല സ്കോർ ബോർഡിൽ വെറും 4 റൺസ് മാത്രം. ഒരു നല്ല പാർട്ട്ണർഷിപ്പ് വരേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ക്രീസിലുള്ളത് അക്ഷയും ആസിഫുമാണ്. ഒരു വൈഡ് മാത്രമല്ല ഒരു ബൈയും. 2 റൺസുകൾ സ്കോർ ബോർഡിലേക്ക്. Now Akshay on strike. Ball goes down the leg side and umpire shown it as a wide. Look at the scoreboard. Only 7 runs on the board, and among these 7 runs, 4 runs in the way of extras. ആകെ 7 റൺസാണ്. ഇതിൽ 4 റൺസുകൾ എക്സ്ട്രാ വഴി ലഭിച്ചതാണ്. വീണ്ടും ഒരു എക്സ്ട്രയാണ്. The bowlers have to keep their line and length correct. You are defending a small total like a 63. ഇത്തരത്തിലൊരു ചെറിയ ടോട്ടൽ 63 റൺസ് എന്ന ടോട്ടൽ പ്രതിരോധിക്കുമ്പോൾ ബോളർമാർ കൃത്യത പുലർത്തണം. അനാവശ്യ റണ്ണുകൾ വഴങ്ങുന്നത് ഒഴിവാക്കണം. എക്സ്ട്രാ റണ്ണുകൾ പരമാവധി ഒഴിവാക്കണം. Yes, another single. This is the second over in progress. Score at the moment 9 for the loss of 2 wickets. Oh, this is in the air. Now it is in the throat of the fielder. Now a cricket Mamunda, they are in deep trouble. ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു ക്രിക്കറ്റ് മേമുണ്ട. 3 വിലപ്പെട്ട വിക്കറ്റുകൾ ഇതിനകം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. All the 3 batsmen already went to the Powell and they out for 0. Diljit out for no score, Atul out for no score, and Asif also out for no score. ടീമിന് യാതൊരു സംഭാവനയും നൽകാതെയാണ് ഈ 3 മികച്ച ബാറ്റ്സ്മാൻമാർ കൂടാരം കയറിയത്. സൗവർണിക ജ്വല്ലറി, നാഷണൽ ഇലക്ട്രിക്കൽസിന് മുൻവശം, മെയിൻ റോഡ്, ഓർക്കാട്ടേരി. കുറഞ്ഞ പണിക്കൂലി, 100% പരിശുദ്ധിയോടുകൂടി 916 BAS ഹോൾമാർക്കഡ് ആഭരണങ്ങൾ വേദനയില്ലാതെ കാതുകുത്തുന്നു. സൗവർണിക ജ്വല്ലറി, നാഷണൽ ഇലക്ട്രിക്കൽസിന് മുൻവശം, മെയിൻ റോഡ്, ഓർക്കാട്ടേരി. സ്ട്രൈക്കേഴ്സ് അമരാവതി സംഘടിപ്പിക്കുന്നു അമരാവതി പ്രീമിയർ ലീഗ്. അവർ ടൈറ്റിൽ സ്പോൺസർ ചെയ്യുന്നു സെൽടെക്. New batsman Mr. Faisal, very experienced guy. Now the responsibility on the shoulders of Mr. Faisal and Akshay. തീർച്ചയായും ആരെങ്കിലും ഒരാൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. വിക്കറ്റുകൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. 3 പേർ പുറത്തായ 3 പേരും റണ്ണൊന്നും നേടിയിട്ടില്ല. Faisal taken a single. Score moves on to double figures.
Score 10-3. Oh, that's the end of a very good over ball by Mr. Isa. Well done, Isa. വെറും 6 runs. ഹോം കെയർ 360 ട്രേഡ് സെന്റർ വടകര വരുന്നു. വടകരയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഹോം കെയർ ട്രേഡ് സെന്റർ. നിങ്ങളുടെ സ്വപ്ന ഭവനം പ്ലാസ്റ്ററിംഗിന് ശേഷം സ്വപ്നം പോലെ യാഥാർത്ഥ്യമാക്കൂ. പുതുസംരംഭകർക്ക് മികച്ച അവസരം. നിങ്ങളുടെ ബിസിനസ് ഒട്ടും ടെൻഷനില്ലാതെ ലാഭകരമാക്കാം. ഹോം കെയർ 360 ട്രേഡ് സെന്റർ വടകര. ഏറ്റവും വലിയ കളക്ഷനുമായി വില്യാപ്പള്ളിയിലെ മികച്ച സ്ഥാപനം. ഒട്ടനവധി ഓഫറുകൾ നിങ്ങൾക്കായി സെൽടെക് ഒരുക്കിയിരിക്കുന്നു. എല്ലാ ബ്രാൻഡുകളുടെയും മൊബൈൽ ഫോണുകളുടെ റിപ്പയറിംഗിനും സമീപിക്കുക. സെൽടെക് വില്യാപ്പള്ളി. പവർ പ്ലാന്റ് എന്നിവ ഉത്തരവാദിത്തോടു കൂടി ചെയ്തു കൊടുക്കുന്നു. ഇനി ഈ മത്സരത്തിൽ ശേഷിക്കുന്നത് 29 പന്തുകൾ മാത്രം. ഇപ്പോൾ ബാറ്റിംഗ് തുറന്ന ക്രിക്കറ്റ് മാമുണ്ടൊക്കെ ജയിച്ച് സെമി ഫൈനൽ ബർത്ത് ഉറപ്പിക്കാൻ വേണ്ടത് 53 റൺസാണ്. 29 പന്തിൽ 53 റൺസ്. മൂന്നാമത്തെ ഓവർ ആരംഭിച്ചു. അമൽ ഈസ് ദി ബോളർ. ഫുൾ ടോസ്. ഒരു റൺ കൂടി സ്കോർ ബോർഡിൽ എത്തുകയാണ്. ഫൈസലിന്റെ റണ്ണാണത്. 28 ബോളിൽ 52 റൺസ്. കാര്യങ്ങൾ ടൈറ്റ് ആവുകയാണ്. നൗ ദി ബാറ്റ്സ്മാൻ ഓൺ സ്ട്രൈക്ക് അക്ഷയ്. ഒരു നല്ല പാർട്ട്ണർഷിപ്പ് വരേണ്ടിയിരിക്കുന്നു. No signal from the umpire. That means only 27 deliveries left in this match. Cricket Mamunda needs 52 more runs for victory. 27 പന്തിൽ 52 റൺസ് നേടുക. പവർ സൊല്യൂഷൻസ് അമരാവതി വില്യാപ്പള്ളി. Oh, another dot one. 26-52. ബോളർമാർ തിളങ്ങുന്നു. ഇതുവരെ ബാറ്റ്സ്മാൻമാർക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. മിസ്റ്റർ ദിൽജിത്ത് ഔട്ട് ഫോർ നോ സ്കോർ, Abdul out for no score, Asif out score no score, and the two not out batsmen in the crease, Akshay batting with 3 and Faisal batting with 2. Oh, in the air, Dr. Nihal is there. Yes, comfortably taken. Another wicket down. What is going on in the middle? എന്താണ് ക്രിക്കറ്റ് മാമുണ്ടൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എസ് ഡിസൈൻ റൂറൽ ബാങ്കിന് മുകൾ വശം മയ്യന്നൂർ. പ്രിന്റിംഗ് സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും മയ്യന്നൂരിലെ ഏക സ്ഥാപനം എസ് ഡിസൈൻ റൂറൽ ബാങ്കിന് മുകൾ വശം മയ്യന്നൂർ. ഹർഷാദാണ് പുതിയ ക്രീസിൽ എത്തിയിരിക്കുന്നത്. ലാസ്റ്റ് ബോൾ ഓഫ് ദി തേർഡ് ഓവർ. It's a clean hit, no chance for the fielder at long on. താൻ നേരിട്ട് ആദ്യ പന്തിൽ തന്നെ ഒരു സിക്സർ നേടിക്കൊണ്ട് അർഷാദ്. സ്കോർ 3 ഓവറുകൾ സമാപിച്ചപ്പോൾ 17 റൺസ്, നഷ്ടപ്പെട്ടത് 4 വിക്കറ്റുകൾ. ബഹുജൻ ഗോൾഡ് വില്യാപ്പള്ളി 100% പരിശുദ്ധിയോടുകൂടി 916 BIS ഹോൾമാർക്കഡ് ആഭരണങ്ങൾ, ട്രെൻഡിംഗ് കളക്ഷനുകൾ. ബഹുജൻ ഗോൾഡ് വില്യാപ്പള്ളി.
ചില്ലീസ് ഫാമിലി റെസ്റ്റോറന്റ് നിയർ MJ ഹോസ്പിറ്റൽ വില്യാപ്പള്ളി. രാവിലെ 7 മണി മുതൽ രാത്രി 12 മണി വരെ തുറന്നു പ്രവർത്തിക്കുന്നു. ചൈനീസ്, അറബിക്, നോർത്ത് ഇന്ത്യൻ വിഭവങ്ങൾ, എല്ലാ വിഭവങ്ങളും അതീവ രുചിയോടെ. എല്ലാ പാർട്ടി ഓർഡറുകളും മുൻകൂട്ടി സ്വീകരിക്കുന്നു. ചില്ലീസ് ഫാമിലി റെസ്റ്റോറന്റ് നിയർ MJ ഹോസ്പിറ്റൽ വില്യാപ്പള്ളി. ആശാ ഹോസ്പിറ്റൽ ആതുര സേവന രംഗത്ത് കഴിഞ്ഞ 2 പതിറ്റാണ്ടായി സ്ഥാനമുറപ്പിച്ച ആശാ ഹോസ്പിറ്റൽ വില്യാപ്പള്ളിയിലേക്ക്. കഴിഞ്ഞ 40 വർഷമായി വില്യാപ്പള്ളിയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന MJ ആശുപത്രി ഒരു ഇടവേളയ്ക്ക് ശേഷം പുതിയ മാനേജ്മെന്റിന് കീഴിൽ MJ ആശ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന പേരിൽ മാർച്ച് 14 മുതൽ തുറന്ന പ്രവർത്തനം ആരംഭിക്കുന്നു. ഈ ആരോഗ്യ കേന്ദ്രം നാട്ടിനെന്നും ഒരു സമ്പന്നമായി കൂടെയുണ്ടാകും. പ്രസ്തുത ചടങ്ങിലേക്ക് നല്ലവരായ എല്ലാ നാട്ടുകാരെയും ആശാ ഹോസ്പിറ്റലിന്റെയും MJ ഹോസ്പിറ്റലിന്റെയും മാനേജ്മെന്റും ഞങ്ങളുടെ മുഖ്യ സ്പോൺസർ, ടൈറ്റിൽ സ്പോൺസർ, ഹോം കെയർ 360 ട്രേഡ് സെന്റർ വടകര. പതിനഞ്ചിൽ 39. ഇന്നത്തെ ആദ്യ മത്സരം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ ബാറ്റിംഗ് തുറന്ന് ക്രിക്കറ്റ് മാമുണ്ടൊക്കെ ഇനി 39 റൺസ് വേണം. അവരുടെ കയ്യിലുള്ളത് ശേഷിക്കുന്നത് 15 പന്തുകൾ മാത്രം. ഓഗറ്റില് കാര്യങ്ങള് കടുത്തതാകുന്നു, ടഫാകുന്നു. ക്രിക്കറ്റ് മാമുണ്ടെ സംബന്ധിച്ചിടത്തോളം 2 വാലറ്റക്കാരാണ് ഇപ്പോൾ ക്രീസിലുള്ളത്, ഹേമന്തും രജീഷും. മുൻനിര ബാറ്റ്സ്മാൻമാരെല്ലാം നേരത്തെ കാലത്തെ പുറത്തായി. 1 2 3 4 5 6 വിക്കറ്റ്സ് ഡൗൺ. 14ൽ 39. Oh, good shot. There is a fielder. Nihal is there. Good backup by Nihal. ഇനി 13ൽ 38. ഇപ്പോഴും സാധ്യതയുണ്ട്, കൈവിട്ടിട്ടില്ല. ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു, പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ക്രിക്കറ്റ് മാമുണ്ടയുടെ താരങ്ങളും അവരെ ഇഷ്ടപ്പെടുന്നവരും. 13ൽ 38. ആരെങ്കിലും അത്ഭുതം കാണിക്കുമെന്ന പ്രതീക്ഷയിലാണ് ക്രിക്കറ്റ് മാമുണ്ടയുടെ ആരാധകർ. അത് രജീഷ് ആയിരിക്കുമോ അല്ല ഹേമന്ത് ആയിരിക്കുമോ? കുറ്റനടിക്ക് ശ്രമിച്ചെങ്കിലും കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇനി 12 പന്തുകൾ മാത്രം ബാക്കി. 38 റൺസ് വേണം. അതായത് ഓരോ ഓവറിൽ 19 റൺസ് വീതം. വില്യാപ്പള്ളി രുചിയേറും പലഹാരങ്ങൾ Here comes very experienced guy, a talented player Nihal with the ball. മുപ്പത്തിയെട്ട് റൺസ്. നിഹാലിന്റെ ആദ്യ പന്ത് വൈഡാണ്. ഇപ്പോഴും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല, നേരിയ പ്രതീക്ഷ നിലനിർത്തുന്നു ക്രിക്കറ്റ് മാമുണ്ട. 11ൽ 38. ഒരു വണ്ടി മാറ്റി പാർക്കണം, ഒരു ബൈക്ക് മാറ്റി പാർക്കണം. KL 18 N 365. ഈ വണ്ടി എത്രയും പെട്ടെന്ന് മാറ്റി പാർക്ക് ചെയ്യണം. 12ൽ 37. ക്രീസിന് പുറത്തേക്ക് ഇറങ്ങുന്നു. യെസ്, മറ്റൊരു വിക്കറ്റ് കൂടി നഷ്ടപ്പെടുന്നു. 7 വിക്കറ്റുകൾ വീണിരിക്കുന്നു. ഇനി 10ൽ 37. എഴുതാൻ മറന്ന ചരിത്രവും കാണാൻ കൊതിച്ച നാട്ടുനന്മയും. കളിപ്രേമികൾക്കിടയിൽ ആവേശത്തിന്റെ അലകടൽക്കും മികച്ച അവസരം. റഹീസ് ഉണ്ട്, റഹീസ് എത്തിയിട്ടുണ്ട്. ഡു ഓർ ഡൈ സിറ്റുവേഷൻ. ഇനി ഒന്നും നഷ്ടപ്പെടാനില്ല, നേടാനേ ഉള്ളൂ. നേടിയാൽ, ജയിച്ചാൽ നിങ്ങൾക്ക് സെമി കളിക്കാം. റഹീസ് ഓൺ സ്ട്രൈക്ക്. റഹീസ് തന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു ഇന്നിങ്സ് ഇവിടെ കാഴ്ചവെച്ചാൽ, പുറത്തെടുത്താൽ 10ൽ 37. റഹീസ് the new man. ബീമ നോ ബോളാണ്. അതായത് 2 റൺസുകൾ സ്കോർ ബോർഡിൽ എത്തും. ഇനി 10ൽ 35. തുടർച്ച 2-3 സിക്സറുകൾ വന്നാൽ ഇപ്പോൾ പൂർണ്ണ നിയന്ത്രണം, മത്സരത്തിന്റെ പൂർണ്ണ നിയന്ത്രണം FOP വടകരക്കാണെങ്കിലും
10-35. രക്ഷയില്ല. ഡോക്ടർ നിഹാൽ അത്രക്ക് പരിചയസമ്പന്നനാണ്. നിരവധി ടൂർണമെന്റ് കളിച്ച പരിചയസമ്പന്നനാണ് നിഹാൽ. ഇനി 9-35. ഈ ടൂർണമെന്റിലെ ആദ്യ മത്സരം, ഇന്നത്തെ ആദ്യ മത്സരം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. ഇപ്പോൾ ബാറ്റിംഗ് തുടരുന്ന ക്രിക്കറ്റ് മേമുണ്ടക്ക് ഈ മത്സരം ജയിച്ച് സെമി ഫൈനൽ ബർത്ത് ഉറപ്പിക്കാൻ ഇനിയും വേണം 35 റൺസ്. സ്ട്രൈറ്റ് ടു ദി ഫീൽഡ്. ഇനി 8-34. അടുത്ത 2 പന്തുകളും നിർണായകമാണ്. അടുത്ത 2 പന്തുകൾ എങ്ങനെ എന്ന് അതുപോലെ ഇരിക്കും ഈ മത്സരത്തിന്റെ ഫലം. അവസാന ഓവർ നോക്കാം. 8-34. ഒരു ഫുൾ ടോസ് ലഭിച്ചെങ്കിലും നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കാതെ പോകുന്നു. ആദ്യ റണ്ണ് അനായാസം എടുത്തു. രണ്ടാമത്തെ റണ്ണ് കൂടി ഇടുകയാണ്. 7-32. 7 പന്തുകൾ ബാക്കി, ജയിക്കാൻ 32 റൺസ്. FOB വടകരയുടെ ബോളിംഗ് പ്രകടനം, തകർപ്പൻ ബോളിംഗ് പ്രകടനത്തിന് മുന്നിൽ ക്രിക്കറ്റ് മേമുണ്ട തകർന്ന കാഴ്ച. അവരുടെ എല്ലാ ബോളർമാരും തിളങ്ങി, ആരും മോശമാക്കിയില്ല. 4 റൺസ് മാത്രം വിട്ടുകൊടുത്ത അമൽ 1 വിക്കറ്റ് എടുത്തു. ഈസ 2 വിക്കറ്റ് എടുത്തു. ഈസ വിട്ടുകൊടുത്തത് 8 റൺസ് മാത്രം. വാട്ട് ഈസ് ഇറ്റ്? മത്സരം അവസാന ഓവറിലേക്ക്. ഇനി എല്ലാ പന്തുകളും അതിർത്തി കടത്തണം, എങ്കിൽ മാത്രമേ നിങ്ങളുടെ ബിസിനസ് ഒട്ടും ടെൻഷൻ ഇല്ലാതെ ലാഭകരമാക്കാം. ഹോം കെയർ 360 ട്രേഡ് സെന്റർ വടകര. ഇനി 31 വേണം. ടൂർണമെന്റ് ഒഫീഷ്യൽസിന് വേണ്ടി സ്നാക്സും ഡ്രിങ്ക്സും സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഒക്കൂക്ക ഫ്രൈഡ് ചിക്കൻ ആണ്. താങ്ക് യു ഒക്കൂക്കോ ഫ്രൈഡ് ചിക്കൻ. ടൂർണമെന്റ് ഒഫീഷ്യൽസിനുള്ള സ്നാക്സ് മാത്രമല്ല ഡ്രിങ്ക്സ്, കുടിവെള്ളവും സ്നാക്സും ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നത്, അത് സ്പോൺസർ ചെയ്തത് ഒക്കൂക്കോ ഫ്രൈഡ് ചിക്കൻ ആണ്. ഈ മത്സരത്തിൽ അവസാന ഓവർ ആരംഭിച്ചിരിക്കുന്നു. നിയാസ് ആണ് എറിയാനെത്തിയത്. ഇനി 5-30. എല്ലാ പന്തുകളും സിക്സറിന് പറത്തി ഒരു അത്ഭുതം കാണിച്ചാൽ സെമി ഫൈനലിലേക്ക് എത്താം ക്രിക്കറ്റ് മേമുണ്ടക്കം. അത്ഭുതം കാണിക്കണം. 5-30. ഇനി 4-29. ഇനി നോ ബോളും വൈഡുകളും എക്സ്ട്രാ റണ്ണുകളും ഒന്നുമില്ല എങ്കിൽ ഉറപ്പിക്കാം, 100% ഉറപ്പിക്കാം FOB വടകരക്ക് സെമി ഫൈനൽ ബർത്ത്. നിഹാലിനെയും കടന്ന പന്ത് ബൗണ്ടറിയിലേക്ക്. ഇനി 3-25. തീർച്ചയായും ക്രിക്കറ്റ് മേമുണ്ടയുടെ ബാറ്റ്സ്മാൻമാർ ചിന്തിക്കുന്നുണ്ടാകും, അവർ ദുഃഖിക്കുന്നുണ്ടാകും, ഞങ്ങൾ ഇങ്ങനെ വിക്കറ്റ് വലിച്ചെറിഞ്ഞില്ലായിരുന്നെങ്കിൽ എത്ര അനായാസം ഈ മത്സരം ഞങ്ങൾക്ക് ജയിക്കാമായിരുന്നു എന്ന്. 3-25. കാര്യങ്ങൾക്ക് തീരുമാനമായി. സ്ട്രൈക്കേഴ്സ് അമരാവതി സംഘടിപ്പിക്കുന്ന അമരാവതി പ്രീമിയർ ലീഗ് വിന്നേഴ്സ് ട്രോഫി സ്പോൺസർ ചെയ്യുന്നു അപ്പോയിന്റ്മെന്റ് ദുബായ്. another wicket out. ഇനി 1 പന്ത് മാത്രം ബാക്കി. എല്ലാവരും പുറത്താകുന്നു. മത്സരം പൂർണ്ണമാകുന്നു. FOB വടകര ഈ മത്സരം ജയിച്ച് ടൂർണമെന്റ് സെമി ഫൈനലിലേക്ക്. കൺഗ്രാറ്റുലേഷൻ ടീം FOB വടകര. റണ്ണേഴ്സ് അപ്പ് ട്രോഫി സ്പോൺസർ ചെയ്യുന്നു അൽഖവാജ് ബിൽഡേഴ്സ് വില്യാപ്പള്ളി. 20 വർഷത്തെ മികവുറ്റ പ്രവർത്തന പാരമ്പര്യവുമായി അൽഖവാജ് ബിൽഡേഴ്സ് ഇപ്പോൾ കോഴിക്കോടും.